വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത് ഖദറിനെ കുറിച്ചാണ്. കാരണം ഒരു കുട്ടി മാതാവിന്റെ വയറ്റിൽ 40 ദിവസം പ്രായമാകുമ്പോൾ തന്നെ അതിന്റെ എല്ലാ വിധികളും രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് ജനിക്കും, എന്ന് മരിക്കും, ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ. ആ വിധികളെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുമോ? അങ്ങനെ കഴിയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കലുള്ള ലൗഹുൽ മഹ്ഫൂസ് ഗ്രന്ഥത്തിലും അത് കറക്റ്റ് ചെയ്യപ്പെടുമോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിലായിരുന്നപ്പോഴാണ് പിശാച് എന്ന് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിശാച് എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടത്? ഖദറിനെ കുറിച്ചാണ് ചോദ്യം. ഖദറിൽ സഹോദരി പറഞ്ഞ മാതിരിയാണ് ഖദറെങ്കിൽ ചോദിക്കേണ്ടിണ്ടായിരുന്നില്ല. കാരണം ചോദ്യം രേഖപ്പെടുത്തപ്പെട്ടതാണ്, ഉത്തരം രേഖപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ ചോദിക്കുക ഉത്തരം പറയുമൊന്നും ആവശ്യമില്ലല്ലോ. എല്ലാം കൃത്യമായി എല്ലാ രേഖയിലുണ്ട്. അപ്പൊ അതേപോലെ എല്ലാം നടന്നോളൂ. അങ്ങനെയാണോ ഖദർ? അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ച ഖദർ. മറിച്ച് യഥാർത്ഥത്തിൽ ഖദറിനെ കുറിച്ച് നമ്മൾ എന്ത് ആലോചിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു സത്യം, ഖദർ അള്ളാഹുവിന്റെ പടച്ചവന്റെ അറിവിന്റെ ഭാഗമാണ് എന്നുള്ളത്. പടച്ചവന്റെ അറിവ് എന്നത് നമ്മുടെ കോംപ്രിഹെൻഷന്, നമ്മുടെ വിശദീകരണത്തിന് വിധേയമല്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. നമുക്ക് നമ്മുടെ അറിവ് എന്നാൽ 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളെ, ഇൻഫർമേഷനെ നമ്മുടെ തലച്ചോറിൽ വെച്ച് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങളോ എത്തിച്ചേരുന്ന കൺക്ലൂഷൻസോ ആണ് നമ്മുടെ അറിവ്. ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും പരിമിതിയുണ്ട്. നിങ്ങൾക്കറിയാം, കണ്ണിന് വിബ്ജിയോറെ കാണാൻ കഴിയൂ. വയലറ്റിന് അപ്പുറത്തും ഇപ്പുറത്തും റെഡിന് ഇപ്പുറത്തുമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയില്ല. അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും നമുക്ക് കാണാൻ സാധ്യമല്ല. കാതിന് പരിമിതിയുണ്ട്. കാതിന് 20 മെഗാഹെർട്സിനും 20,000 മെഗാഹെർട്സിനും ഇടയിൽ ആവൃത്തിയുള്ള ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങളെ കേൾക്കാൻ കഴിയൂ. അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള ശബ്ദതരംഗങ്ങൾ കേൾക്കാൻ കഴിയില്ല. ഇതേപോലെ ഇവയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് സിന്തസൈസ് ചെയ്യുന്ന, അപഗ്രഥിക്കുന്ന തലച്ചോറിന് പരിമിതിയുണ്ട്. തലച്ചോറിന്റെ പരിമിതി ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് മാത്രമേ, പദാർത്ഥ ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ എന്നതാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ടൈം സ്പേസ് എന്നാൽ സ്ഥലകാല നൈരന്തര്യമാണ്. സ്ഥലകാല നൈരന്തര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തോടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. അങ്ങനെയാണ് പ്രപഞ്ചത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് തന്നെ. 4 ഡയമെൻഷണൽ സ്പേസ് എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രപഞ്ച വ്യാഖ്യാനം നിലകൊള്ളുന്നത്. ആ 4 ഡയമെൻഷണൽ സ്പേസ്, സ്ഥലകാല നൈരന്തര്യം, ഈ ടൈം സ്പേസ് കോണ്ടിന്യൂം, ഇത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തോടു കൂടി ഉണ്ടായതാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം ഉണ്ടായതോടുകൂടി ഉണ്ടായതാണ് ഈ ടൈം സ്പേസ് കോണ്ടിന്യൂം എന്നാണ് ശാസ്ത്രം പറയുക. ഞാനിത് പറയുന്നത് ഫിസിക്സിലെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നത് ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ പോലും തലച്ചോറിന്, നമ്മുടെ മസ്തിഷ്കത്തിന്, ആ മസ്തിഷ്കത്തിന് പരിമിതിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. മസ്തിഷ്കത്തിന് പരിമിതി എന്താണ്? നമ്മൾ ടൈം സ്പേസിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ തലച്ചോറ്. ആ പ്രതിഭാസത്തിന് ടൈം സ്പേസിന് അതീതമായ, പ്രപഞ്ചത്തിന് അതീതമായ, പദാർത്ഥത്തിന് അതീതമായ യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽപ്പെട്ട ഒന്നാണ് പടച്ചവനും പടച്ചവന്റെ അറിവും. പടച്ചവനെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ പടച്ചവന്റെ രൂപം, ഉദാഹരണത്തിന് സട്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. സട്ടാവിന്റെ രൂപം എന്താണ്? എന്തുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്? തീർച്ചയായും നമ്മുടെ ഇന്നുള്ള തലച്ചോറിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ട്? പടച്ചവന്റെ രൂപം അല്ലെങ്കിൽ പടച്ചവൻ എന്നത് പ്രപഞ്ചത്തിന് അതീതനാണെന്നുള്ളത് കൊണ്ട്. ഇതേപോലെ പടച്ചവന്റെ അറിവ് പ്രപഞ്ചത്തിന് അതീതമാണ്. പ്രപഞ്ചത്തിന് അതീതമായ ഒരറിവ് എങ്ങനെയുള്ളതാണ്? നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ അറിവിന്റെ പ്രത്യേകത എന്താണ്? ഇന്നലെയുള്ള നിങ്ങളുടെ അറിവല്ല ഇന്നത്തേത്, ഇന്നത്തേതല്ല നാളെ. നമ്മുടെ അറിവ് വർദ്ധമാനമാണ്, ഇൻക്രീസിംഗ് ആണ്. നമ്മുടെ അറിവ് ഇൻക്രീസിംഗ്, പടച്ചവന്റെ അറിവ് ഇൻക്രീസിംഗ് അല്ല. ഇൻക്രീസിംഗ് അല്ലാത്തൊരറിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
നമ്മുടെ അറിവ് കാലനിബദ്ധമാണ്. ഇന്നലെ, ഇന്ന്, നാളെ തുടങ്ങിയ തലത്തിൽ വെച്ചുകൊണ്ടേ നമുക്ക് അറിവിനെ അപഗ്രഥിക്കാൻ കഴിയൂ. പഠിച്ചവന്റെ അറിവ് കാലനിബദ്ധമല്ല. കാലനിബദ്ധമല്ലാത്ത അറിവ് നമുക്ക് എങ്ങനെ അപഗ്രഥിക്കാൻ കഴിയാനാണ്? അപ്പോ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖദർ നിങ്ങൾ തർക്കിക്കേണ്ട വിഷയമല്ല എന്ന്. തർക്കിക്കേണ്ട വിഷയം നമ്മുടെ തലച്ചോറിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്ന വിഷയമാണ്. പഠിച്ചവന്റെ അറിവ് എന്നത് നമുക്ക് അപഗ്രഥിക്കാൻ കഴിയാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഖദർ നിങ്ങൾ തർക്കിക്കേണ്ട വിഷയമല്ല, ഖദർ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചവന്റെ അറിവിന്റെ ഭാഗമാണ്. ആ അറിവ് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നിങ്ങൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ നിങ്ങൾ അത് കാണും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ നിങ്ങൾ അത് കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുക എന്നർത്ഥം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബോധപൂർവമാണ്. നിങ്ങളെ ആരും റോബോട്ടിക്കായി അനുസരിപ്പിക്കുന്നില്ല. നിങ്ങളൊരു തിന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ആ തിന്മ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല, പക്ഷെ ഇങ്ങനെ എന്റെ ശരീരം ഇങ്ങനെ പോയിട്ട് അതാണ് ചെയ്തു പോയി എന്ന് നമ്മളാരും പറയില്ല. നമ്മൾ തിന്മ ചെയ്യുന്നത് എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല ഇന്റൻഷനോട് കൂടിയാണ്, താല്പര്യത്തോടു കൂടിയാണ്, തലച്ചോറിൽ ആ ബോധത്തോടു കൂടിയാണ്. ആ തിന്മ അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നതാണ്. നന്മയാണെങ്കിലും അങ്ങനെ തന്നെ. അതും ഖദറുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. ഖദർ എന്നത് അള്ളാഹുവിന്റെ അറിവാണ്. അത് തർക്കിക്കേണ്ട വിഷയമല്ല, അത് വസ്തുതയാണ്. പക്ഷേ ചെയ്തി എന്നത്, കർമ്മങ്ങൾ എന്നത് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നന്മയും തിന്മയുമല്ല. അത് മനസ്സിലാക്കുക. ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു ചോദ്യങ്ങൾ ഒന്നിലധികം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള, ഞാൻ തന്നെ മറന്നുപോയി. അതുകൊണ്ടാണ്. അപ്പോ പ്രാർത്ഥിച്ചാൽ ഖദർ മാറുമോ എന്നാണ് ചോദ്യം. മറ്റൊന്ന്, പ്രാർത്ഥിച്ചാൽ ഖദറിൽ മാറ്റം വരും എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അസറുണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ ആ മാറ്റവും ഖദറിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു മാറ്റം ഉണ്ടെങ്കിലും, ഏതൊരു സംഭവം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗം കാട് എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക. അത് അറിവാണ്, അത് വേറെ വിഷയമാണ്. പ്രാർത്ഥനയും നമ്മളുടെ കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് എല്ലാം അള്ളാഹുവിന്റെ അറിവുമായി ഇത് ബന്ധപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതായിരുന്നു പിശാച് എങ്ങനെ സ്വർഗത്തിൽ വന്നതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടിരുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വർഗത്തിലുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ ജന്നത്തിൽ നിന്ന് പിശാചിനെ അന്ന് പുറത്താക്കിയിരുന്നില്ല. പിശാചിനെ സ്ഥിരമായി പുറത്താക്കപ്പെട്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത് ആ പിശാച് വഴിതെറ്റിക്കുകയും അങ്ങനെ അവസാനമായി പുറത്താക്കപ്പെടുകയുമാണ് ചെയ്തത്. പിശാച് ആദ്യത്തെ സമയത്ത് അള്ളാഹുവിന്റെ സദസ്സിൽ നിന്നാണ് പുറത്താക്കപ്പെട്ടത്, അല്ലാതെ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നില്ല. അസ്സലാമു അലൈക്കും.